EMSന്റെ മകൾ ഡോക്ടർ മാലതി ദാമോദരൻ അന്തരിച്ചു. 87 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ 3:30 അന്ത്യം സംഭവിച്ചത്. തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തെ വീട്ടിലാണ് അന്ത്യം ഉണ്ടായത്. SKN കമ്മ്യൂണിസ്റ്റ് ആചാര്യനും കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയുമായ EMS നമ്പൂതിരിപ്പാടിന്റെ മക്കളിൽ മൂത്തയാളായിരുന്നു ഡോക്ടർ EM മാലതി. അതുപോലെ തന്നെ EM ശ്രീധരൻ, അതുപോലെ EM രാധ, EM ശശി എന്നിവരും EMSന്റെ മക്കളായിരുന്നു. ഇതിൽ EM ശശിയും EM ശ്രീധരനും നേരത്തെ മരിച്ചതാണ്. ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ഡോക്ടർ EM മാലതിയുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വസതിയിൽ പ്രശസ്ത ശാസ്ത്രജ്ഞനും മുൻ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ചെയർമാനുമായ ഡോക്ടർ AD ദാമോദരനായിരുന്നു EM മാലതിയുടെ ഭർത്താവ്. 2023 അദ്ദേഹം അന്തരിച്ചിരുന്നു. ഹരീഷ് ദാമോദരൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റൂറൽ അഫയേഴ്സ് എഡിറ്ററാണ് ഡൽഹിയിൽ. അതുപോലെ തന്നെ പ്രൊഫസർ സുമംഗല ദാമോദരൻ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ് സുമംഗല ദാമോദരൻ. ഇവരാണ് മക്കൾ. എന്തായാലും EMS എന്ന് പറയുന്നത് തന്നെ കേരള ചരിത്രത്തിൻ്റെ, ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ അങ്ങേയറ്റം ലാളിത്യമാർന്ന ജീവിത രീതി കൊണ്ടും അതുപോലെ കണിശമായ നിലപാട് കൊണ്ടുമൊക്കെ ശ്രദ്ധേയനായ EMS നമ്പൂതിരിപ്പാടിൻ്റെ മൂത്ത മകൾ എന്ന നിലയിൽ ഒരുപാട് രാഷ്ട്രീയ അനുഭവങ്ങൾ EM മാലതിക്കുണ്ടായിരുന്നു. അവർ തന്നെ ഓർക്കുന്നത് 8 വയസ്സുള്ളപ്പോൾ അച്ഛൻ EMSനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം, 1947 ഒരു ജനുവരിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം അവർ അനുസ്മരിക്കുന്നുണ്ട്. വീടിന് പുറത്ത് ഒരുപാട് പോലീസുകാരൊക്കെ വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. പിന്നീട് അടുത്ത 4-5 വർഷത്തിനിടയ്ക്ക് ആകെ 2-3 തവണ മാത്രമേ അച്ഛനെ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്ന് അവർ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദ്രാസിലെ ക്വീൻ മേരി കോളേജിൽ ചേർന്നപ്പോൾ ഇടയ്ക്കൊക്കെ അദ്ദേഹം സന്ദർശിക്കാറുണ്ടായിരുന്നു, സിനിമയ്ക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു അച്ഛൻ്റെ വാത്സല്യം വളരെ പരിമിതമായി മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ എങ്കിലും വലിയ രീതിയിലുള്ള ഒരു സ്നേഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു, പരിമിതമായ സമയത്താണെങ്കിൽ പോലും എന്നുള്ളതാണ് അവർ ഓർത്തെടുക്കുന്നത്. 1957 വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചേർന്നപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറിയിരുന്നു. അതിനുശേഷവും പല ചടങ്ങുകൾക്കും മദ്രാസിലേക്കൊക്കെ എത്തുമ്പോൾ അദ്ദേഹം ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഡോക്ടർ മാലതി മകളാണ് എന്നുള്ള കാര്യം പോലും പലപ്പോഴും പലർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം അങ്ങനെ അറിയിച്ചുകൊണ്ടല്ല EMS ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. കുടുംബവും രാഷ്ട്രീയവും രണ്ടായി തന്നെ കണ്ടുകൊണ്ട് കുടുംബത്തെ അതിൻ്റേതായ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ EMS എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവിടെയൊക്കെ ഈ സഹപാഠികളൊക്കെ അത്ഭുതം കൂറുമായിരുന്നു. ഒരു മുഖ്യമന്ത്രിയുടെ മകൾ, നിങ്ങളുടെ വീട്ടിൽ എത്ര ജോലിക്കാരുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സഹപാഠികൾ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല, ഒരു സ്വന്തമായൊരു കാർ പോലും ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് എന്ന പറയുമ്പോൾ അതൊക്കെ സഹപാഠികളെ വലിയ രീതിയിൽ അത്ഭുതം കൊള്ളിക്കുമായിരുന്നു എന്നൊക്കെ ഡോക്ടർ മാലതി ഓർത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ചരിത്ര പുരുഷൻ്റെ ഒപ്പം മൂത്ത മകളായി ജനിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്രയിൽ, മുഖ്യമന്ത്രിയായതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്രയിലൊക്കെ ഒപ്പമുണ്ടായിരുന്ന കേരളത്തിൻ്റെ ചരിത്രം കണ്ട ഒരു വ്യക്തിത്വമാണ് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നത്.